ട്രെയിനി അധ്യാപികയുടെ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ മാനസിക നില തെറ്റിയെന്ന് പരാതി. തിരുവനന്തപുരം കുന്നത്തുകാൽ ഗവൺമെന്റ് UP സ്കൂളിലെ ആർട്സ് അധ്യാപികയ്ക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. 6ാം ക്ലാസ്സുകാരന്റെ കോളറിൽ തൂക്കിയെടുത്ത് കഴുത്തിലടിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ക്ലാസ് മുറിയിൽ ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ട് ശബ്ദമുണ്ടാക്കിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. പോലീസ് കേസെടുക്കുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. കുട്ടിയെ മർദ്ദിച്ചെന്ന് സ്ഥിരീകരിക്കുന്ന അധ്യാപകരുടെ ശബ്ദരേഖ റിപ്പോർട്ടറിന് ലഭിച്ചു. ആദ്യം അത് കേൾക്കാം. വന്നിട്ട് പറഞ്ഞു ക്ലാസ്സിൽ ഭയങ്കര ബഹളമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ടീച്ചർ ഞാൻ അങ്ങനെ ചെയ്തില്ല, അങ്ങനെ കാണിക്കുന്ന കുസൃതി കാണിക്കുന്ന കൊച്ചൊന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ടീച്ചർ പഠിക്കുന്ന കുട്ടിയെന്ന് പറഞ്ഞ് ടീച്ചർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ആണ് ആ കൊച്ചു പോയത്. ഇങ്ങനെ പിള്ളേർ പറഞ്ഞത് ടീച്ചറെ അവനെ ഇങ്ങനെ കോളറിൽ തൂക്കിയെടുത്തിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കഴുത്തിന് അങ്ങനെ അടിച്ചു. എന്നിട്ട് തള്ളിയാണ് പുറത്ത് വരെ കൊണ്ടുവന്നത്, എന്നിട്ടാണ് നടന്നത് എന്ന് പറഞ്ഞു. അഷിൻ ഡിയാഗോയുടെ വിശദാംശങ്ങളുമായി. അഷിൻ, ഇത് ക്ലാസ് അധ്യാപികയുടെ ശബ്ദരേഖയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കൃത്യമായി തന്നെ ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് സ്ഥിരീകരിക്കുകയാണ്. പക്ഷേ ഇതിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? വിനിത, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ കേൾപ്പിച്ചിരിക്കുന്നത് ക്ലാസ് ടീച്ചറുടെ ഒരു ശബ്ദരേഖയാണ്. നമുക്കൊപ്പം അതുപോലെ തന്നെ HMൻ്റെയും അതുപോലെ PT പ്രസിഡന്റിൻ്റെയും ശബ്ദരേഖ ഇത്തരത്തിൽ ഉണ്ട്. ഈ മൂവരും ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. മാത്രമല്ല ഈ കുട്ടി നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ മാനസിക നില തെറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫെബ്രുവരി 25-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഏതാണ്ട് 12:30 മണിയോടുകൂടിയാണ് ഈ ആർട്സ് അധ്യാപിക, ട്രെയിനി അധ്യാപികയാണ്, മറ്റ് സ്കൂളിൽ നിന്നും ട്രെയിനിങ്ങിനായി ഈ കുന്നത്തുകാൽ സ്കൂളിലേക്ക് എത്തിയതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കൂട്ടം അധ്യാപകർ തന്നെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു അധ്യാപികയാണ് ഈ കുട്ടിയോട് ഇത്തരത്തിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയോട് ഇത്തരത്തിൽ ഒരു ക്രൂരത ചെയ്തിരിക്കുന്നത്. ഈ കുട്ടി ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ട് മറ്റു ചില കുട്ടികൾ ഈ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി ബ്ലൂടൂത്ത് സ്പീക്കർ ക്ലാസ്സിൽ കൊണ്ടുവന്നിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കുട്ടി ഇരുന്ന ബെഞ്ചിന് താഴെയാണ് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായിരുന്നത്. ഈ ടീച്ചർ ക്ലാസ്സിൽ വന്ന് അല്പസമയത്തിനകം ഇത് ഓഫാക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇത് പെട്ടെന്ന് ശബ്ദമുണ്ടാക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കുട്ടിയിൽ നിന്നും കുട്ടിയുടെ അധ്യാപകരിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ തുടർന്നാണ് ഈ പ്രകോപിതനായ ഈ ഒരു അധ്യാപിക കുട്ടിയുടെ കോളറിൽ പിടിച്ച് തൂക്കിയെടുക്കുകയും കഴുത്തിന് പുറകിലായി ശക്തിയായി അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ശബ്ദരേഖയിൽ നിന്നും കുട്ടിയും കുട്ടിയുടെ പിതാവും അടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുട്ടി പക്ഷേ പിന്നീട് അതിനുശേഷം ആരോടും മിണ്ടാതെ വീട്ടിലേക്ക് എത്തി കിടന്നുറങ്ങുകയും ചെയ്തു. പക്ഷേ പിന്നെ അടുത്ത ദിവസം കുട്ടിയുടെ കഴുത്തിന് പുറകിൽ കറുത്ത പാട് കിടക്കുന്നത് കണ്ട് ഈ കുട്ടിയുടെ രക്ഷിതാക്കളാണ് പരിശോധന നടത്തിയപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. പിന്നീട് കുട്ടി സ്കൂളിലേക്ക് പോകാൻ തീരെ താല്പര്യം പ്രകടിപ്പിക്കാതെ കുട്ടിയുടെ മാനസികാവസ്ഥയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി, എന്നിട്ടും നടപടികൾ ഉണ്ടായില്ല എന്നാണ് അഷിൻ ഡിയാഗോ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇന്നുവരെയുള്ള വാർത്തകൾ സമഗ്രമായി തന്നെ പരിശോധിക്കണം. ടോപ്പ് 10 ഹെഡ്ലൈൻ.